വഴുതന കൊണ്ട് വഴുതന ഇങ്ങനെ ചുട്ടെടുക്കുക. അപ്പോൾ അതിൻ്റെ തൊലി നന്നായിട്ട് കരിഞ്ഞ് ഇങ്ങനെ പൊളിച്ച് കളയുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. അതിൽ നുറുക്കിയിട്ട് ചട്ടി വയ്ക്കുക. നോൺ സ്റ്റിക്കാണ് വേണ്ടത്. എന്നിട്ട് അതിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം. പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് സവാള അരിഞ്ഞിടുക. സവാള വഴന്ന് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ക്രഷ് ചെയ്ത് അങ്ങനെ വഴന്ന് വരുമ്പോൾ തക്കാളി നുറുക്കിയത് ഇട്ട് കൊടുക്കുക. അങ്ങനെ അത് കുറച്ച് വഴന്ന് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് ഒപ്പം പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർക്കുക. എന്നിട്ട് അത് നമ്മുടെ നുറുക്കി വെച്ചത് ഇട്ടിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴന്ന് വരുന്ന ഇതുപോലെ ഉടഞ്ഞ് കിട്ടും. അതിന് ശേഷം അവസാനം കുറച്ച് തേങ്ങ അരിയിൽ ഇട്ടിട്ട് അവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. നല്ല വഴുതനങ്ങ നല്ല ടേസ്റ്റ്.